വൈഡ് ആംഗിൾ വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട്, അതായത് വൈഡ് ഗ്ലാസ്സിൽ കൂടെ കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ബാക്കിലത്തെ ഒരു ഗ്ലാസ് മാത്രം ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇവനാണ് ഏറ്റവും വലിയൊരു പ്രശ്നക്കാരൻ. അപ്പോൾ കുറച്ചുപേരെങ്കിലും ചോദിക്കുമായിരിക്കും, റിയർ വ്യൂ മിററുള്ള നല്ലതല്ല, ഇവനെങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യുന്നവർക്ക് പലർക്കും കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ബാക്കിൽ നിന്ന് ലൈറ്റ് അടിക്കുന്ന ഈ ഗ്ലാസ്സിലോട്ട്, ഈ ഗ്ലാസ്സിൽ നിന്ന് നേരെ നമ്മുടെ കണ്ണിലോട്ടും അടിക്കും. അന്നേരം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് മാനുവലായിട്ട് ഡിം ചെയ്യും, അല്ലെങ്കിൽ ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ ഉള്ളവർക്ക് ഉപകാരമാണ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിം ആയിക്കോളും. ഓട്ടോമാറ്റിക് ഫീച്ചർ ഇല്ലാത്തവർക്ക്, ഈ മാനുവലൊക്കെ വരുന്നവർക്കുള്ള ഒരു നല്ല കിടിലൻ ഐറ്റമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഇവിടെ നമുക്കൊരു ആൻറ്റി ഗ്ലെയർ ടൈപ്പ് ഒരു ഗ്ലാസ് കിട്ടിയാലോ, അതും ഒരു വൈഡ് ടൈപ്പ് ബ്ലൈൻഡ് സ്പോട്ടും കൂടെ കാണാൻ പറ്റുന്ന രീതിക്കുള്ളതോ. ഇവനാണ് ഞാൻ പറഞ്ഞ ആള്. ഇപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന ആളെയൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുമായിരിക്കും. വൈഡായിട്ടിരിക്കുന്ന ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വാഹനത്തിൽ വരുന്ന റിയർ വ്യൂ മിറർ ഗ്ലാസ്സിനകത്തൂടെ നമുക്ക് കാണുന്ന ഒരു വിസിബിലിറ്റി വളരെ കുറവാണ്. ബാക്കിലത്തെ ആ ഒരു ഗ്ലാസ് മാത്രം നമുക്ക് അത്യാവശ്യം കാണത്തക്ക രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വൈഡ് ആംഗിൾ വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട്, അതായത് വൈഡായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബാക്കിലത്തെ റൈറ്റും ലെഫ്റ്റും സൈഡിലത്തെ ഗ്ലാസ്സിൽ കൂടെ പുറത്തോട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉണ്ടാകുന്നതായിരിക്കും ഇതിൽ. അതൊന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഗ്ലെയർ വരുന്നുള്ളതുകൊണ്ട്, ഒരു ബ്ലൂയിഷ് ഗ്ലെയർ വരുന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, പുറയുന്ന നല്ല വെട്ട ഇതിലോട്ട് അടിച്ചാലും നമുക്ക് നല്ല കൂളായിട്ട് തന്നെ ഈ ഗ്ലാസ്സിലോട്ട് നോക്കാൻ സാധിക്കും. ഒരു രീതിക്കുള്ള ബുദ്ധിമുട്ട് നമുക്ക് വരുന്നതായിരിക്കത്തില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. അതായത് ഇതൊരു ക്ലാമ്പാണ്, നേരെ കയറി ഇത് ഫിറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ബ്രോഡ്വേ എന്ന് പറയുന്ന കമ്പനിയുടെ റിയർ വ്യൂ മിറർ ഗ്ലാസ് ആണ്. നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് തന്നെ ഇത് ഈ ഗ്ലാസ്സിൽ കൂടെ കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് ബാക്കിലത്തെ ഒരു ഗ്ലാസ് മാത്രം ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ തിരിച്ചാൽ മാത്രം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ കാണുന്നത് ഈ ഒരു റിയർ ഗ്ലാസ് മാത്രമാണ്. എന്നാൽ നമുക്കിതൊന്ന് കിടുവാക്കിയാലോ. ഈ ഒരു ഗ്ലാസ് സിമ്പിളായിട്ട് ഇവിടെ മേളിലോട്ട് വെക്കുക, താഴോട്ടൊന്ന് വലിച്ച്, അതായത് ഒന്നുകൂടെ നോക്കിക്കോണം, ഞാൻ താഴോട്ട് വലിച്ച് മേളിൽ ഫിറ്റ് വെച്ചു, താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. സെയിം പൊസിഷനിൽ തന്നെ വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ ഇരുന്ന സെയിം ഭാഗം നോക്കാം. റൈറ്റ് സൈഡിലെ വിൻഡോ എനിക്ക് കാണാം, ലെഫ്റ്റ് സൈഡിലെ ബാക്ക് വിൻഡോ എനിക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, പുറകെ ഇരിക്കുന്നവരെയും കാണാം, റൈറ്റും ലെഫ്റ്റും കാണാം. അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് നല്ലൊരു വെട്ടം അടിച്ചെന്ന് പറഞ്ഞാലും ആൻറ്റി ഗ്ലെയർ വരുന്നുള്ളതുകൊണ്ട് ഒരു രീതിക്ക് എൻ്റെ കണ്ണിൽ എനിക്ക് പ്രശ്നം വരുന്നതല്ല. അതായത് എത്ര ലൈറ്റ് അടിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിലോട്ട് റിഫ്ലക്റ്റ് ചെയ്താലും എനിക്ക് ഒരു രീതിക്കുള്ള ബുദ്ധിമുട്ടും വരത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇനി ഇതിൻ്റെ പ്രൈസ് സൈഡും കൂടെ നമുക്കൊന്ന് നോക്കണ്ടേ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 900 റുപ്പീസാണ്. 900 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കൊറിയർ ചാർജ് കേരളത്തിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 60 റുപ്പീസും കൂടെ അഡീഷണൽ വരുന്നുണ്ട്. പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും.